ഹലോ എവ്രി വൺ, ലോഗ്രാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇന്ന് PSCയുടെ ഇയർലി കലണ്ടറിൽ നമ്മുടെ ഡേറ്റും കൂടെ ഏത് മാസമാണ് നടക്കുന്നതെന്നും കൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ ആണ്. കാറ്റഗറി നമ്പർ എത്രയായിരുന്നു? 576/2024 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ജനുവരി 29 കേട്ടോ. നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സൈറ്റിൽ ഉടനെ തന്നെ ഓപ്പൺ ആവും. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ വേഗം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മുടെ PSC ഓഫീസുകളിലും അതുപോലെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലും ഒക്കെ ആയിട്ടാണ് നമുക്ക് നിയമനം ലഭിക്കുന്നത്. ഇനി സാലറി എന്ന് പറയുന്നത് നല്ലൊരു പേ ഓഫ് സാലറി ആണ് കേട്ടോ. 39,300 തൊട്ട് 83,000 കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു എമൗണ്ട് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ജോലിയും കൂടെയാണ്. അപ്പോൾ അതിൻ്റെതായ സീരിയസ്നെസ്സിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് കൊടുത്തിരിക്കുന്നത്. 18 മുതൽ 36 വയസ്സ് വരെയുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അതുപോലെ ഏജ് റിലാക്സേഷൻ എല്ലാം പഴയതുപോലെ തന്നെയാണ്. ഡിഗ്രി ഉള്ള എല്ലാവർക്കും തന്നെ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. നമുക്ക് പേപ്പേഴ്സിന്റെ എണ്ണം കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ക്വാളിഫിക്കേഷനിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഡിഗ്രി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇവിടെ. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിൻസ് എന്ന് പറയുന്നത് 2 പേപ്പറായിട്ടാണ് വരുന്നത്. രണ്ടും ഒബ്ജക്റ്റീവ് തന്നെയാണ് കേട്ടോ. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമുക്ക് എഴുതാനില്ല. എല്ലാം പ്രിലിംസും മെയിൻസും എല്ലാം തന്നെ എന്താണ്? ഒബ്ജക്റ്റീവ് എക്സാം തന്നെയാണ്. അതിന് മെയിൻസിന് 1.5 മണിക്കൂർ വീതം സമയമുള്ള 2 പേപ്പേഴ്സും, പ്രിലിംസ് എന്ന് പറയുന്നത് 1.25 മണിക്കൂറുമാണ് കേട്ടോ. നമ്മുടെ സാധാ നടക്ക് തന്നെയാണ്. നമുക്ക് സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് 2 പേപ്പർ ആയതുകൊണ്ട് തന്നെ പേപ്പർ 2 കംപ്ലീറ്റ്ലി എന്തായിരിക്കും? സ്പെഷ്യൽ ടോപ്പിക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ അതും കൂടെ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് വളരെ അടുത്താണ്. പ്രിലിംസിനും മെയിൻസിനും നമ്മൾ വലിയ ഗ്യാപ്പൊന്നുമില്ല. നമുക്ക് എക്സാം ഡേറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയ് മുതൽ ജൂലൈ വരെയാണ് പ്രിലിംസിന്റെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം മെയ് ഒരു പകുതിക്ക് ശേഷമൊക്കെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 3-4 സ്റ്റേജ് ആയിട്ടായിരിക്കും നടക്കുക. അപ്പോൾ ജൂലൈക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യും? എക്സാമുകളെല്ലാം കംപ്ലീറ്റ് ആവും പ്രിലിംസിന്റെ. പിന്നീട് ഓഗസ്റ്റിലാണ് മെയിൻസിന്റെ എക്സാം പറഞ്ഞിരിക്കുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാക്സിമം നമുക്ക് ഒരു പ്രിലിംസ് കഴിഞ്ഞിട്ടൊരു 1.5 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻസിന്റെ സബ്ജക്റ്റുകൾ നേരത്തെ കൂട്ടി തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് 2 പേപ്പറാണ്. പേപ്പർ ഫസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സാധാ പോലത്തെ സിലബസ് ആണ്. അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന ഡിഗ്രിയിലുള്ള ആ ഒരു കേരളത്തിലെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക്കുകളൊന്നും ഇല്ല കേട്ടോ. സിവിക്സിന്റെ പോർഷനും ഒന്നും കൊടുത്തിട്ടില്ല. അത് പേപ്പർ 1 ആഡ് ചെയ്തിട്ടില്ല. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ലൈഫ് സയൻസ്, ബയോളജി, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ആർട്ട് ആൻഡ് കൾച്ചർ, സ്പോർട്സ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് 3 മാർക്കായിട്ട്. അതുപോലെ ബേസിക് കമ്പ്യൂട്ടറിന് 6 മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെയിറ്റേജ് കൂടുതലാണ് ഈ പ്രാവശ്യത്തെ കമ്പ്യൂട്ടറിനെന്ന് പറയുന്നത്. പിന്നെ മാത്സ് എന്ന് പറയുന്നത് 15 മാർക്ക് കൊടുത്തിട്ടുണ്ട്. പേപ്പർ 2 ഇംഗ്ലീഷിൽ 13 മാർക്കും മലയാളം 13 മാർക്കുമാണ്. സാധാ 10 മാർക്ക് വരുന്നത് നമുക്കിവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അതുപോലെ ഹിസ്റ്ററി ഒക്കെ മാർക്ക് വരുന്നത് 7 മാർക്കാണ്. സാധാരണ ഡിഗ്രിയിലേക്ക് നമുക്ക് 5 മാർക്കായിരുന്നു കൊടുത്തിരുന്നത് ഈ ഭാഗങ്ങൾക്കെല്ലാം. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സിനെല്ലാം 5 മാർക്കായിരുന്നു കൊടുത്തിരുന്നത്. അതിവിടെ 7 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ബയോളജിക്കും 7 മാർക്കാണ്. ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒക്കെ 7 മാർക്ക് വീതമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം കുറച്ചും കൂടി സയൻസ് പോർഷൻസിന് മാർക്ക് കൂടുതൽ ഇവിടെ ഫസ്റ്റ് പേപ്പറിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ നോക്കുമ്പോൾ 21 മാർക്കോളം സയൻസിനായിട്ട് മാത്രമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഉള്ളത് ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് ഒരുമിച്ചായിരുന്നു മുമ്പ് കൊടുത്തിരുന്നത്. ഇത് 3 മാത്രം 8 മാർക്കിനും സ്പോർട്സ് 3 മാർക്കിനുമാണ് കൊടുത്തത്. നമുക്ക് സാധാ വരുന്നതിനും ഒരുമിച്ചായിരുന്നു ഇത്. ഇതിപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് 8, 3 എന്ന് പറഞ്ഞിട്ട്. അതും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് നോക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമ്മുടെ സാധാ കേരള ഹിസ്റ്ററി എല്ലാം അത് തന്നെ പോർഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിക്കും മാറ്റമൊന്നുമില്ല. സെയിം ടോപ്പിക്കുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വേൾഡ് ഹിസ്റ്ററിയും അതുപോലെ തന്നെയാണ്. ജോഗ്രഫിയിലും മാറ്റമില്ല. ഇന്ത്യൻ ജോഗ്രഫി ആയിക്കോട്ടെ, വേൾഡ് ജോഗ്രഫി ആയിക്കോട്ടെ, കേരള ജോഗ്രഫി എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. എക്കണോമിക്സിലും മാറ്റമില്ല. നമ്മുടെ സാധാ ഡിഗ്രി ലെവലിലുള്ള എക്കണോമിക്സിന്റെ പോർഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ മാത്രമേ മാറ്റമുള്ളൂ. സയൻസും സെയിം തന്നെയാണ് കേട്ടോ. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒന്നിലും മാറ്റമില്ല. ആർട്സിലും സെയിം തന്നെയാണ് ടോപ്പിക്കുകൾ കൊടുത്തിരിക്കുന്നത്. സ്പോർട്സ് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. സ്പോർട്സിന്റെ ടോപ്പിക്കുകളെല്ലാം സെയിം തന്നെയാണ്. നമ്മൾ ഇത്ര കഴിഞ്ഞ് കണ്ടിട്ടുള്ള ഡിഗ്രി ലെവലിലെ ടോപ്പിക്കുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി കമ്പ്യൂട്ടറിന്റെയും സെയിം ടോപ്പിക്ക് തന്നെയാണ്. മാർക്കിൽ 6 മാർക്കുണ്ട് നോക്കുക കേട്ടോ. പിന്നെ മാത്സും സെയിം തന്നെയാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. മാത്സിന് 15 മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെയിൻസിന് സാധാരണ നമുക്ക് 10 മാർക്കാണ് വരുന്നത്. 5 മാർക്ക് എക്സ്ട്രാ മാത്സിന് വരുന്നുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് 13 മാർക്കാണ്. മലയാളവും 13 മാർക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാലയളവിൽ മലയാളത്തിന് 13 മാർക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതാട്ടോ. 10 മാർക്കാണ് മലയാളത്തിന് പൊതുവെ എല്ലാ എക്സാമിനും കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ഒരു എക്സാമിന് 13 മാർക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പേപ്പറിന്റെ സിലബസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് പേപ്പറിന്റെ സിലബസും കൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ പേപ്പർ 2 സിലബസ് നമുക്ക് നോക്കാം.
പേപ്പർ 2ന്റെ സിലബസിൽ 100 മാർക്കിന് തന്നെയാണ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു ടോപ്പിക്കാണ് കേട്ടോ. പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്. അഡ്മിനിസ്ട്രേഷന് 10 മാർക്കും മാനേജ്മെന്റിന് 10 മാർക്കുമായിട്ടാണ് ടോപ്പിക്കുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പുതിയതായിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് നോക്കാം. പിന്നെ രണ്ടാമത്തെ ടോപ്പിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്ക് അറിയാവുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് പേപ്പറിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെയും ഉൾപ്പെടുത്തിയിട്ടില്ല. സെക്കൻഡ് പേപ്പറിലാണ് കംപ്ലീറ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 20 മാർക്കിനാണ് കേട്ടോ കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തത്തിൽ. അപ്പോൾ ആദ്യത്തെ 12 മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ആണ്. നമ്മുടെ എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വരുന്നത്, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, അതുപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് ആരൊക്കെയാണ്, ലെജിസ്ലേറ്റീവ് എന്താണ്, ജുഡീഷ്യറി എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പക്ഷേ നമുക്ക് സാധാരണ കാണുന്ന ഡിഗ്രി ലെവലിലെ ലാംഗ്വേജിനെ പറ്റിയിട്ടൊന്നും നമുക്ക് ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. ജുഡീഷ്യൽ റിവ്യൂ അതുപോലെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊഡ്യൂൾ 4ലാണ് ഇന്റർസ്റ്റേറ്റ് റിലേഷൻഷിപ്പ് കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ഷനും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ അമെന്റ്മെന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. 20 മാർക്കിനുണ്ട്. നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തൊരു ടോപ്പിക്ക് എന്ന് പറയുന്നത് കേരള മോഡൽ എക്കോണമി ആൻഡ് ഡെവലപ്മെന്റ്. നമുക്ക് പുതിയൊരു ടോപ്പിക്കാണ്. അത് 15 വീതമുള്ള ടോപ്പിക്കുകളാണ് കേട്ടോ. അപ്പോൾ 30 മാർക്കിന്റെ ടോപ്പിക്കാണ്. നന്നായിട്ട് തന്നെ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട ഒരു പോർഷനും കൂടെ ആയിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ ഇത്. അപ്പം അഗ്രികൾച്ചറൽ ക്രോപ്പിനെ പറ്റിയിട്ടും നമ്മുടെ ടൂറിസത്തെ പറ്റിയിട്ടും ഹെൽത്ത് കെയറിനെ പറ്റിയിട്ടും അപ്പോൾ നമ്മുടെ കറണ്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കേണ്ട കുറേ കാര്യങ്ങളുള്ള ടോപ്പിക്കുകളാണ്. അപ്പം നമ്മൾ മാക്സിമം ഇതിന് കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ടി വരും. ജെൻഡർ ഗ്യാപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട്, വുമൺ എംപവർമെന്റ്, ഇതെല്ലാമായിട്ടുള്ള പോർഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട മൊഡ്യൂൾ 1ഉം 2ഉം പോലെ തന്നെ നമുക്കൊരു പുതിയ ഒരു പഠിക്കേണ്ട പോർഷനാണ് ഇത് മൊഡ്യൂൾ 5ഉം 6ഉം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക്കിലോട്ട് വരുമ്പോഴത്തേക്ക് എൻവയോൺമെന്റ്, ക്ലൈമറ്റ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ കണ്ടിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. എൻവയോൺമെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ നാഷണൽ പാർക്കും ബയോസ്ഫിയർ റിസർവും അങ്ങനത്തെ കാര്യങ്ങളും എൻവയോൺമെന്റൽ ഇഷ്യൂസും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ കറണ്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അത് 10 മാർക്കിനുണ്ട്. പിന്നെ ഉള്ളത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. അത് നമ്മൾ കുറേ നാളുകൊണ്ട് പഠിച്ചു വരുന്നതാണ്. അത് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം 10 മാർക്കിന് നമുക്ക് മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയും കൂടിയാണ് ഇത്. അപ്പോൾ 10 20 മാർക്കാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 20 മാർക്കും നേരത്തെ നമ്മൾ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷന്റെ 20 മാർക്കും നമുക്ക് സുഖമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന മേഖലയാണ്. ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഈ ഗവർണൻസ് ആണ്. മൊഡ്യൂൾ 9ൽ കൊടുത്തിരിക്കുന്നത്. അതും 10 മാർക്കിനാണ്. MISും DIS ഒക്കെ നമ്മുടെ LSA സെക്രട്ടറിയിൽ ചോദിച്ചിട്ടുള്ള പോർഷൻസ് ആയിരുന്നു. അപ്പോൾ അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇവിടെ ഈ ഗവർണൻസിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 50 മാർക്ക് നമ്മൾ മുന്നേയൊക്കെ കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കും 50 മാർക്ക് എന്ന് പറയുന്നത് പ്യുവർലി പുതിയ ഒരു സബ്ജക്റ്റുമാണ് കേട്ടോ. സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് 50 മാർക്കിന് തന്നെ ഉണ്ട്. അപ്പം നന്നായിട്ട് തന്നെ പഠിച്ചെങ്കിലേ നമുക്ക് ആ ഒരു മാർക്കിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 50 മാർക്കിൽ നമുക്ക് അറിയാവുന്ന കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ ഉള്ള ടോപ്പിക്കിൽ നിന്ന് മാക്സിമം മാർക്കുകൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അതെല്ലാം പഠിച്ച് തീർത്ത് വെക്കുക. അതുപോലെ 50 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം കേട്ടോ. കാരണം എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ മാക്സിമം എത്രത്തോളം നല്ല കണ്ടന്റ്സിന് സമയം കൊടുക്കുന്നോ നിങ്ങൾക്ക് അത്രയും മാർക്കുകൾ അതിൽ നിന്ന് കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ്. അതിൽ മോക്ക് ടെസ്റ്റുകൾ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാനായിട്ട് റെഡി ആവുക. ഇപ്പോൾ സ്റ്റഡി പ്ലാൻ പറയുന്നില്ല, നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ സ്റ്റഡി പ്ലാൻ പറയുന്നതായിരിക്കും കേട്ടോ. ഇപ്പം നമ്മുടെ മെയിൻ സിലബസ് സ്റ്റഡി പ്ലാൻ കറക്റ്റായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്തിട്ട് തരുന്നതായിരിക്കും കുറച്ചുകൂടി സ്യൂട്ട്. ഞാനിപ്പോൾ പ്രിലിംസിന് വേണ്ടി മാത്രം ഒരു സ്റ്റഡി പ്ലാൻ ഇപ്പം തന്നു കഴിഞ്ഞാൽ നമുക്കത് അത്രത്തോളം എഫക്റ്റീവ് ആവില്ല. മെയിൻസിന് 2 പേപ്പർ ഉള്ളതുകൊണ്ട് തന്നെ മെയിൻസിന്റെ സിലബസ് കറക്റ്റായിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് തരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ 60 ഡേയ്സ് സ്റ്റഡി പ്ലാനാണ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മാർച്ച് ഒരു ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്ത രീതിക്കാണ് 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഒരു 60 ഡേയ്സ് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം നോട്ട് പ്രിപ്പറേഷനും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പോർഷനുകൾ കൂടുതൽ പഠിക്കുകയും നിങ്ങൾ മാക്സിമം ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട സമയമാണ്. അതിനുശേഷം മാർച്ചിൽ പിന്നെ അങ്ങോട്ടുള്ള സമയം നമ്മൾ എടുക്കുന്നത് റിവിഷന് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ റിവിഷൻ പ്ലാൻ വേറെ നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, മൊത്തത്തിലൊന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം തുടക്കക്കാരായിക്കോട്ടെ ആരാണെങ്കിലും ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് തുടങ്ങിക്കോളൂ. യാതൊരുവിധ പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. അപ്പം 60 ഡേയ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ജനുവരി എന്തായാലും സെക്കൻഡ് വീക്ക് തൊട്ട് എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മാർച്ച് ഫസ്റ്റ് വീക്കോട് കൂടി നമ്മുടെ 60 ഡേയ്സ് കംപ്ലീറ്റ് ആവും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ ജനുവരി 6 സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ജനുവരി 8 സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മെയിൻസിന് വേണ്ടിയിട്ടുള്ള സിലബസ് സ്പെഷ്യൽ ടോപ്പിക്സിലെ കുറച്ച് പോർഷനെങ്കിലും നമ്മൾ നേരത്തെ കൂട്ടി തന്നെ എന്ത് ചെയ്യണം, പഠിച്ച് വെച്ചിരിക്കണം. നമുക്ക് കുറച്ചൊന്ന് ഫെമിലിയർ ആവുന്ന ടോപ്പിക്കുകളൊക്കെ നമ്മളിപ്പോഴേ പഠിച്ചു തുടങ്ങിയെങ്കിൽ നമുക്ക് അതിലോട്ട് പ്രിലിംസ് കഴിഞ്ഞ ഉടനെ നമുക്ക് മെയിൻസ് ഉണ്ട്. വെറും വളരെ കുറച്ച് ദിവസം മാത്രമേ പിന്നെ
വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ മെയിൻസിന്റെ 2 പേപ്പറും കൂടെ പഠിച്ചു തീർക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആദ്യമായിട്ടാണ് PSC 2 പേപ്പറായിട്ട് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ PSCയും അതിൽ പുതുതാണ്, നമ്മളും പുതുതാണ്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനില്ല. അപ്പോൾ നമ്മൾ അത്രത്തോളം എഫേർട്ട് ഇടണം. അതുകൊണ്ട് തന്നെ നേരത്തെ കൂട്ടി തന്നെ പഠിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.